ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസം മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ 3600 രൂപ ഈ മാസം വിതരണം ചെയ്യും. നടപ്പാക്കാനാകുന്ന കാര്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ലോട്ടറി അടിച്ചിട്ടല്ല സർക്കാർ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെ പോസിറ്റീവായി കാണണം. ക്ഷേമ പദ്ധതികൾ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ലെന്നും പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് സർക്കാരിനെ ആത്മവിശ്വാസമുണ്ടെന്നും കെ.എൻ. ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ ആശാവർക്കർമാർ അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് മന്ത്രി പറഞ്ഞു. ആശാമാർക്ക് കൂടുതൽ സഹായം നൽകുന്നത് കേരളമാണ്. സമരം ചെയ്യുന്നവരോട് ദേഷ്യമില്ല. കേന്ദ്ര സർക്കാർ പണം തരാത്തതാണ് പ്രശ്നം. 3 വർഷം മുൻപ് തന്നെ ആശാമാരുടെ ഓണറേറിയത്തിന്റെ കാര്യത്തിൽ കേന്ദ്രവുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. സമരം കണ്ടിട്ടാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവർ അങ്ങനെ തന്നെ വിചാരിച്ചോട്ടെയെന്നും മന്ത്രി പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ആന്റണി സർക്കാരിന്റെ പദ്ധതി എന്ന പ്രതിപക്ഷവാദം തെറ്റാണെന്ന് കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഇങ്ങനെയൊരു പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കിയിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. എല്ലാ പദ്ധതികളും പോലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും സുതാര്യമാണ്. എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ആശങ്ക പ്രകടിപ്പിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവരുടെ ഉത്തരവാദിത്വമാണ്. ആശങ്ക ഉണ്ടാവുന്നത്, ചോദ്യം ഉണ്ടാവുന്നത് നല്ലതുമാണ്. കാരണം ഇതെങ്ങനെ ചെയ്യും, ഇത് ചെയ്യാൻ പറ്റുമോ, ഈ പറയുന്നത് ശരിയാണോ? അപ്പോൾ എനിക്കതിന് മറുപടി പറയാനുള്ളത് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുള്ള ഹോംവർക്ക് നടത്തിയിട്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. വളരെ വിശദമായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും എന്നുള്ളതാണ് സാധാരണ ഉള്ള നടപടിക്രമം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതി. അത് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി വിശ്വാസ്യത വരിക എന്നുള്ളത് ശരിയാണ്. നമ്മൾ ചെയ്യും. ഇല്ല, ആശാവർക്കർമാരുൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും, ആശാവർക്കർമാർ മാത്രമല്ല, അംഗൻവാടി, ആശ, നമ്മുടെ തൊഴിലുറപ്പ്, പ്രീ പ്രൈമറി, ധാരാളം സ്കീം വർക്കേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഈ ജോലി ചെയ്യുന്നുണ്ട്. സ്കീം വർക്കർമാരെന്ന നിലയിൽ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് തന്നെ ഒരു മാസം 600 രൂപയാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. അവർ പറഞ്ഞത് ഒരു മാസം അത്രയും മതി എന്നാണ്. ഒരു ദിവസം 20 രൂപ വെച്ചാണ് അവർ കൂലി നിശ്ചയിച്ചേക്കുന്നത്. നമ്മളിപ്പോൾ അത് ഒരു ദിവസം 650 രൂപ കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സ്കീമിലാണ് ആശാ വർക്കേഴ്സ് 1000-നടുത്ത് രൂപയേ ഉള്ളൂ. നമ്മളിപ്പോൾ വരുമ്പോൾ ഇത് 14,000 രൂപ വരെ കിട്ടുന്ന തരത്തിലേക്ക് പല റെസ്പോൺസിബിലിറ്റിയാണ്. അതൊരു ഇത്തരം സ്കീം വർക്കർമാരാണ്. അംഗൻവാടിക്കും എല്ലാ മേഖലയും അതാണ്. അപ്പോൾ സ്കീം വർക്കർമാരായിട്ട് അവർ നിൽക്കുകയും കേന്ദ്ര ഗവൺമെൻറ് 1000 രൂപ പോലെ കൊടുക്കാതിരിക്കുകയും അല്ലെങ്കിൽ 1500 രൂപ മാത്രം കൊടുക്കുകയും ചെയ്യുന്നൊരു സ്ഥലത്ത് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ സമരം ചെയ്യുന്ന ആരോടും നമുക്ക് ദേഷ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ന്യായമായി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുക. കേന്ദ്രം പണം തരാതിരിക്കുന്നതിൻ്റെ പേരിൽ സുപ്രീം കോടതി വരെ കേസ് നടത്തി സുപ്രീം കോടതി ഒരു ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ച് കേസ് കേൾക്കാനിരിക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ചെറിയ കാര്യമല്ല. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ അംഗങ്ങളും ഡൽഹിയിൽ പോയി ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം തരണമെന്ന് പറഞ്ഞിട്ട് സമരം നടത്തി. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, സംസ്ഥാനത്തെ ഭാരവാഹികൾ, ഭരണാധികാരികളൊക്കെ നമ്മളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്നു. അപ്പോൾ ആ സമരം നടത്തി, നിയമപരമായ പോരാട്ടം നടത്തുന്നു എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള ഭരണഘടനാപരമായ സഹകരണം നമുക്കുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ടു, ആഭ്യന്തരമന്ത്രിയെ കണ്ടു, നമ്മുടെ ടൂറിസം നാഷണൽ ഹൈവേ മന്ത്രിയെ കണ്ടു, ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററെ കാണുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു കൂടെ. നമുക്ക് കിട്ടാനുള്ള പണം കിട്ടേണ്ട പ്രശ്നമാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പണമൊന്നും കിട്ടുന്നില്ല. വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവും ഈ സമരം ചെയ്യുന്ന ആളുകളും BJPയുടെ ഏതെങ്കിലും പ്രവർത്തകർക്ക് കേരളത്തോട് താല്പര്യമുണ്ടെങ്കിൽ അവരൊരുമിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്ന് കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി അർഹമായത് കിട്ടാനുള്ള ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാവണം. സമരം എന്ന് ഞാൻ പറഞ്ഞ വലിയൊരു മുന്നേറ്റം ഉണ്ടാവണം, മൂവ്മെൻറ്റ് ഉണ്ടാവണം. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ടാണ് സാമ്പത്തികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നത്. ആ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട മിനിമം കൂലിയും സംവിധാനങ്ങളും ഇതുപോലുള്ള അലവൻസും എല്ലാം നമ്മളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നടക്കും. നിങ്ങൾ നേരത്തെ ചോദിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. കാസർഗോഡ് വെച്ച് ഒരു കാര്യം കൂടി ഞാൻ സന്തോഷത്തോടെ പറയാം. ഇപ്പോൾ 2000 രൂപയായി ക്ഷേമ പെൻഷൻ. നല്ല വർധനയാണ്. ആ ക്ഷേമ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങും എന്ന് മാത്രമല്ല, ഒരു കുടിശ്ശിക കൊടുക്കാനുണ്ട് 1600 രൂപ. അത് രണ്ടും കൂടെ ചേർത്ത് 3600 രൂപ ഈ 62 ലക്ഷം കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ഈ മാസം കൊടുക്കും. അതിനൊക്കെ ഇലക്ഷൻ മുൻനിർത്തിയല്ല ഇതോ? ഇല്ലില്ല, ചട്ടത്തിൻ്റെ പ്രശ്നമില്ല. കാരണം നേരത്തെ നമ്മൾ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവിടെ പ്രസ്താവന നടത്തുമ്പം റൂൾ 300 അനുസരിച്ചിട്ട്
നമ്മൾ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് 18 മാസത്തെ ഒന്നും കുടിശ്ശിക വന്നില്ല. ഇടയ്ക്ക് വലിയ തോതിൽ പണം തരാതിരിക്കുമ്പോൾ ഒരു വർഷം ഏകദേശം 57,000 കോടി രൂപ വരെയാണ് ഒരു വർഷം കുറച്ചത് കേന്ദ്ര ഗവൺമെൻറ്. അവിടെ നമ്മൾ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുകയും മറ്റ് ചിലവുകൾ, അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുകയൊക്കെ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾക്കൊരു 3-4 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. 5 മാസത്തെ വരെ കുടിശ്ശിക വന്നു. കഴിഞ്ഞ വർഷം തന്നെ 2 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർത്തു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും, DAയുടെ 2 ഗഡു ഇപ്രാവശ്യം കൊടുക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ റൂൾ 300 പറഞ്ഞല്ലോ. അത് ധനകാര്യ വകുപ്പും ആലോചിച്ച് അദ്ദേഹവുമായി സംസാരിച്ച് ആലോചിച്ച് തയ്യാറാക്കിയതാണ്. ഇപ്പം തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയിട്ട് തന്നെയാണ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിനി ഒരു കുടിശ്ശിക കൊടുക്കാറുണ്ട്, 1600 രൂപ. കേരളത്തിലെ എല്ലാവർക്കും, അത് UDF, LDFും BJP അനുഭാവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത് ഈ മാസം തന്നെ കൊടുക്കുമെന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് പറയുന്നത്. 1600 രൂപ അതും 2000 രൂപ ഈ പുതിയ പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ചേർത്ത് 3600 രൂപ ആളുകളുടെ കയ്യിലേക്ക് ഈ മാസം എത്തും. സാധാരണ ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ എത്തും. അപ്പോൾ ഇത് പറഞ്ഞത് വെറുതെ അല്ല, കൊടുക്കാൻ തന്നെയാണ് എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. DA കൊടുക്കുന്നതും സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചാൽ അതിനകത്ത് ഈ പേപ്പർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഇന്നലെ സൈൻ ചെയ്ത് കാര്യങ്ങൾ പോയി, ക്യാബിനറ്റ് തീരുമാനം വന്നിട്ട് അതും ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതേസമയം നമുക്ക് നേരെ ഈ ഓരോ കാര്യങ്ങളിലും തടസ്സമുണ്ടാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെ തന്നെ തടസ്സമുണ്ടാക്കാനും കേസിനും ഒക്കെ പോകുന്ന തർക്കങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അത് വേറെ നിൽക്കട്ടെ, പക്ഷേ ഇത് കൊടുക്കാൻ പറ്റും.